ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. എന്നിട്ട് അവിടെ കൃത്യമായിട്ട് അതിന്റെ ഒരു വിശദീകരണം നൽകുകയാണ്. തന്നിൽ വിശ്വസിക്കാതിരിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവിന്റെ നിറവിനെ പറ്റിയാണ് ഈ വചനത്തിൽ ഈശോ സൂചിപ്പിച്ചതെന്ന് പറയുകയാണെന്ന് പറഞ്ഞാൽ, ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളോട് പറയുകയാണ്, ഈശോയിൽ വിശ്വസിക്കുന്ന ഒരാളുടെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഒരു നിറവ് അവനുണ്ടാകും എന്ന് പറയുകയാണ്. എന്തിനാണ് ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ദാവീദിന്റെ വംശപരമ്പരയിൽ നിന്ന് വരേണ്ട രക്ഷകനെ കുറിച്ചുള്ള ചില പ്രവചനങ്ങൾ ഇന്നത്തെ സുവിശേഷത്തിൽ ജനങ്ങൾ ഉദ്ധരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതായത് ക്രിസ്തുമസിനായിട്ട് നമ്മൾ ഏറ്റവും അടുത്ത ഒരുക്കത്തിലായിരിക്കുമ്പോൾ സഭ നമ്മളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: ദൈവത്തിൽ കണ്ണുമടച്ച് വിശ്വസിക്കാനായിട്ട് നിനക്ക് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു ആത്മാവിൻ്റെതായിട്ടുള്ള ഒരു നിറവ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. നിങ്ങൾക്ക് ആരെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് സൗജന്യമായി കുടിക്കട്ടെ എന്നൊക്കെ ഈശോ പറയുന്നുണ്ട്. ഇത് ഈ ആത്മാവിൻ്റെ നിറവിനെയാണ്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഒരു അഭിഷേകത്തെയാണ് ഈശോയുടെ വചനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈ ക്രിസ്മസിനായിട്ട് ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ നമ്മൾ കുമ്പസാരിച്ചൊക്കെ പ്രത്യേകമായിട്ടുള്ള രീതിയിൽ ക്രിസ്മസിനായിട്ട് ഒരുങ്ങുമ്പോൾ ആത്മാവിൻ്റെ ഒരു നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള മറ്റു ദാഹങ്ങളൊന്നും ഇല്ലാതെ ആത്മാവിനായിട്ട് ദാഹിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.